എല്ലാവർക്കും ശ്രീദേവി സ്റ്റഡീസിലേക്ക് സ്വാഗതം. ഇന്ന് 5ാം ക്ലാസ്സിലെ ഡാലി അമ്മൂമ്മയുടെ പുഴ എന്ന പാഠമാണ്, മലയാള പാഠപുസ്തകത്തിലെ. നീ മര്യാദയ്ക്ക് പൊയ്ക്കോ പുഴ പറയുന്നു. ഇല്ലടി, ഞാൻ ഇവിടെ കിടന്ന് ചത്തോളൂ. പുഴ എന്ത് പറഞ്ഞ്? നീ മര്യാദയ്ക്ക് പൊയ്ക്കോ എന്ന്. ആരുടെ പറയണത്? ഡാലി അമ്മൂമ്മയുടെ. കേട്ടോ. അപ്പൊ ഡാലി അമ്മൂമ്മ പറയണം, ഇല്ലടി, ഞാൻ ഇവിടെ കിടന്ന് ചത്തോളൂ. പുഴയ്ക്കപ്പൊ കലി വന്നു. കേട്ടോ. കലി എന്ന് പറഞ്ഞാൽ ദേഷ്യം വന്നു. അത് ഡാലിയുടെ തുരുത്തിനെ മറം വെച്ച് ദേഷ്യത്തോടെ ഉയർന്ന് ചാടിയ ശേഷം ഒഴുകിപ്പോയി. ഡാലിയുടെ തുരുത്തിനെ മറം വെച്ച് ദേഷ്യത്തോടെ ചാടിയിട്ട് തിരിച്ചു പോയേ. ഇന്ന് ഇത് വെച്ചോ, പോകും വഴി മരണാസകനായ ഒരു പെരുമ്പാമ്പൻ കുഞ്ഞിനെ ഡാലി അമ്മമ്മയുടെ കുടിലേക്ക് തള്ളിയിട്ട് കൊടുത്തു. ഇത് പിടിച്ചോളും ഒരു പെരുമ്പാമ്പൻ കുഞ്ഞിനെ ഡാലി അമ്മമ്മയുടെ കുടിലേക്ക് തള്ളിയിട്ട് കൊടുത്ത് ഇവിടെ അയ്യോ അമ്മമ്മ അവനെ എടുത്ത് വേഗം അടുപ്പിനടുത്ത് കൊണ്ടുപോയി കിടത്തി. തണുത്ത് വിറയ്ക്കുന്നുണ്ട്. അമ്മ എന്ത് ചെയ്ത് പെരുമ്പാമ്പൻ കുഞ്ഞിനെ എടുത്ത് അടുപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കപ്പുഴയെന്ന് വന്നല്ല, അപ്പൊ തണുത്ത് വിറയ്ക്കുന്നുണ്ട്. എനിക്ക് തന്തയും തലയൊന്നുമില്ല, നോക്കാതെ പാക്കാതെ ഇറങ്ങി നടന്നു. അവൻ ധൈര്യമായി ഡാലി അമ്മമ്മയെ നോക്കി. ചുരുണ്ട് കിടന്ന അവന്റെ പൂപോലത്തെ ഉടലിൽ അമ്മമ്മ തന്റെ ചുളുങ്ങിയ വിരലുകൊണ്ട് തടവി. അമ്മയുടെ വിരലെങ്ങനെയാണ്? ചുളുങ്ങിയതായിരിക്കും അല്ലേ? നമ്മുടെ ചുളുങ്ങിയ വിരലുകൊണ്ട് പെരുമ്പാമ്പൻ കുഞ്ഞിനെ ഇങ്ങനെ തടവി. കൂടുതൽ പോയ പിന്നെ വല്ല മണ്ണിൽ കയറിയിരുന്ന് എലിനെ എങ്ങനെ പിടിച്ച് തിന്നുകൊണ്ട് അടവി കിടന്നോളാം. കേട്ടോ. ഇവിടുന്ന് പോകണമെങ്കിൽ അതിനെങ്കിലും പിടിച്ചു തിന്നിട്ട് എവിടെയെങ്കിലും അടവി കിടന്നോളാം. അമ്മ ആരോട് പറയുന്നത്? പെരുമ്പാമ്പിനോട് പറയണം. ക്ലിയർ കാവൽ കിടന്ന കുടിലിനുള്ളിൽ അമ്മയും പെരുമ്പാമ്പും മറ്റാർക്കും മനസ്സിലാവുമ്പോൾ അതിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. ആ കുടിലിൽ രണ്ടുപേരും വേറെ ആർക്കും മനസ്സിലാത്ത ഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. തടവി കൈ തടഞ്ഞപ്പോൾ ഡാലി അമ്മ പറഞ്ഞു, എനിക്ക് ഉറക്കം വേണം, നീ എവിടെയെങ്കിലും പോയിക്ക്. കുറെ തടവിയപ്പോൾ കൈ തളർന്നപ്പോൾ ഡാലിയമ്മ പറഞ്ഞു, നീ എവിടെയെങ്കിലും പോകാം. ഡാലിയമ്മയുടെ ചൂട് വിട്ടുപോകാൻ കുഞ്ഞു പാമ്പിന് മനസ്സ് വന്നില്ല. പാമ്പിനൊട്ടും മനസ്സ് വന്നില്ല ഡാലിയമ്മ